യേശുവേ സ്തോത്രം 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 ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ. രാജാധിരാജവേ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവേ ഞങ്ങളെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കാൻ സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നിസ്തുലനാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞതിന്റെ രാത്രി ദൈവം നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, കാനുപയോഗിച്ച് നിന്ന്, പ്രാണ മരണത്തിൽ നിന്ന് വിടുവിച്ച് നമ്മെ ക്ഷേമത്തോടെ കാത്തു പരിപാലിച്ച് ജീവനോടെ മധ്യത്തെ നിലനിർത്തിയ ദൈവത്തിന്റെ കൃപകൾക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ പരിപാലനത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കഴിവല്ല, നമ്മുടെ മിടുക്കല്ല. സ്തോത്ര. ഹല്ലേലൂയ. കർത്താവ് നമ്മെ നിർത്തി. സ്തോത്രം. ആ ദൈവത്തിന്റെ വിധങ്ങളെ ഓർത്തുകൊണ്ട് പരിപാലനത്തിനെ ഓർത്ത് നന്ദിയോടെ ആയിരിക്കാം. ഈ പൽക്കാലവും സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. സ്തോത്ര. ഹല്ലേലൂയ. ലോകാവസാനത്തോളം എല്ലാ നാളും കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ നമ്മളെ തനിച്ചു വിടുകയില്ല. സ്തോത്രം. നമ്മുടെ ഒറ്റയ്ക്കല്ല നമ്മുടെ ജീവിതയാത്രയിൽ കർത്താവ് കരം പിടിച്ച് നമ്മൾ നടത്തും. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പൽക്കാലം ഉറപ്പോടും ധൈര്യത്തോടും ബലത്തോടും നാം മുന്നോട്ട് യാത്ര ചെയ്യുക. തളർന്നു പോകണ്ട, ക്ഷീണിച്ചു പോകണ്ട, അധീരിപ്പെട്ടു പോകണ്ട. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയെത്തരും. നമ്മുടെ വലം കൈ പിടിച്ചിരിക്കുന്ന കർത്താവ് നമ്മെ സഹായിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ഈ പൽക്കാലത്തെ ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. ഭയപ്പെടേണ്ട, സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. പ്രിയ ദൈവമക്കളെ സ്തോത്രം. ഈ പൽക്കാലത്തിന്റെ ആരംഭത്തിൽ പല വിഷയത്തിന്റെ നടുവിൽ ഭയത്തോടെ ആയിരിക്കാം കടന്നു പോകുന്നത്. എവിടെ എത്തിച്ചേരും, ഇല്ലെങ്കിൽ മുന്നോട്ട് എന്തായിത്തീരും എന്നുള്ള ഭയങ്ങൾ നമ്മെ അലട്ടുന്നുണ്ടായിരിക്കാം. എന്നാൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതായ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ചിലപ്പോൾ ആരും നമ്മുടെ കൂടെ സഹായിക്കാനായിട്ട് കാണത്തില്ലായിരിക്കാം. നമ്മൾ അപ്പുറവും ഇപ്പുറവും ഒക്കെ നോക്കുന്നുണ്ടായിരിക്കും. ആരെങ്കിലും എന്നെ സഹായിക്കാൻ കാണും, ആരെങ്കിലും എന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കാണും എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ആരെയും കാണാതിരിക്കുമ്പോൾ, കാറ്റും കടലും പ്രേമരും ഒക്കെ കടന്നു വരുമ്പോൾ ഭയങ്ങളും ഭീതികളും ഒക്കെ ജീവിതത്തിനകത്ത് കടന്നു വരുന്നവരായിരിക്കാം. സ്തോത്രം. പക്ഷെ ഈ പൽക്കാലം ഞാൻ പറയട്ടെ, സർവശക്തനായ ദൈവം നമ്മുടെ കൂടെയുണ്ട്. സ്തോത്രം. ഒരു പേമാരിക്കും ഒരു കാറ്റിനും നാം തകർന്നു പോകുവാൻ, അതിനകത്ത് മുങ്ങിപ്പോകുവാൻ ദൈവം ഇടയാക്കത്തില്ല. കാരണം നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനത്രേ. സ്തോത്രം. നമ്മെ ഒറ്റയ്ക്ക് വിടുന്ന ഒരു കർത്താവല്ല. സ്തോത്രം. ഏത് പ്രശ്നത്തിന്റെ മധ്യത്തിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുന്ന ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. സ്തോത്ര. നമ്മുടെ തനിച്ചല്ല യാത്ര ചെയ്യുന്നത്. മാനസികമായി നോക്കിക്കഴിഞ്ഞാൽ നാം തനിച്ചായിരിക്കും, പക്ഷേ നമ്മുടെ കൂടെ, ഹല്ലേലൂയ, ഈ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനായിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെയുണ്ട്. അതെ, സർവശക്തനായിരിക്കുന്ന ദൈവം, സർവ്വവ്യാപിയായിരിക്കുന്ന ദൈവം, അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു ഉറപ്പ്. ഹല്ലേലൂയ. ഒരു പ്രതികൂലത്തിനും ഒരു പ്രതിസന്ധിക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. വിട്ടുകൊടുക്കാത്ത ഒരു സർവശക്തനായ ദൈവം നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് ഈ പകൽക്കാലം നിന്നെ മേൽ ഭരിക്കട്ടെ. സ്തോത്ര. ചില ഭയത്തെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് എടുത്തു മാറ്റിയിട്ട് ചിലരുടെ വാഗ്ദത്തങ്ങളിലേക്ക് ദൈവം നിങ്ങളെ കരം പിടിച്ച് കയറ്റുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. അതെ, തിരുകാറ്റിനെ കടലിനെ ശാന്തമാക്കിയ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഗർജിക്കുന്ന സിംഹത്തിന്റെ വായ്ക്കകത്ത് നിന്ന് ദാനിയേലിനെ വിടുവിച്ചതായ ദൈവം. സ്തോത്രം. അത് എരിയുന്ന തീച്ചുളയുടെ ശക്തിയെ ശേഷിപ്പിച്ചിട്ട് ഹല്ലേലൂയ, അത് എബ്രായർ ബാലന്മാരെ വിടുവിച്ചതായ ദൈവം ഈ പകൽക്കാലം നമ്മുടെ കൂടെ ഉണ്ട്. പ്രിയ ദൈവമക്കളെ സ്തോത്ര. ഒരു കാറ്റിനോ ഒരു പേമാരിക്കോ നിന്നെ തകർന്നു പോകാൻ ദൈവം വിട്ടുകൊടുക്കല്ല. സ്തോത്ര. ഭയങ്കരന്മാരുടെ ചീറ്റൽ, മതിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോ ശരണമായിരുന്നു, കോട്ടയായിരുന്നു, കാവലായിരുന്നു, പരിചയായിരുന്നു. സർവശക്തനായ ദൈവം നിന്നെ കാക്കുവാനായിട്ട് ഇടയെത്തിരാ. അതുകൊണ്ട് മുമ്പിൽ നിൽക്കുന്ന വലിയ പ്രശ്നങ്ങളെ കണ്ട് നീ ഭയപ്പെടേണ്ട, അധീര്യപ്പെട്ടു പോകണ്ട. നിന്നെ സ്തോത്ര ഹല്ലേലൂയ കരം പിടിച്ചിരിക്കുന്ന ദൈവം. സ്തോത്ര ഹല്ലേലൂയ. അതേ സ്തോത്ര. ആർത്തിരിച്ചു വരുന്ന ചെങ്കടലിനെ മുമ്പേ ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടി വഴി തുറന്നു കൊടുത്ത് മുന്നോട്ട് പോകുവാൻ അവരെ ആഹ്വാനം ചെയ്തുവെങ്കിൽ ഈ പകൽക്കാലം മുമ്പിൽ നിന്ന് ആർത്തിരച്ചിരിക്കുന്ന ഈ
ആർത്തിരച്ചു നിൽക്കുന്ന പ്രശ്നത്തെ കണ്ട് നീ പിന്മാറി പോകാനല്ല സ്തോത്ര കർത്താവിന് നിന്നോട് പറയാനായിട്ടുള്ളത്. നീ മുന്നോട്ട് പോ. നീ മുന്നോട്ട് ഒന്ന് സ്റ്റെപ്പ് വയ്ക്കുമ്പോ ഹല്ലേലൂയ കർത്താവ് നിനക്ക് വേണ്ടി അവിടെ വഴി തുറക്കും. സ്തോത്ര ചിലത് രണ്ടായി വേർപിരിയുവാനായിട്ട് ഇടയായി തീരാ. നീ മുന്നോട്ട് പോകുവാനായിട്ട് ഇടയായി തീരും. നിന്റെ വാഗ്ദത്തങ്ങളിലേക്ക് കർത്താവ് നിന്നെ കരം പിടിച്ച് കയറ്റുവാനായിട്ട് ഇടയായി തീരും. പലപ്പോഴും ഭയമാണ് പല വാഗ്ദത്തങ്ങളിലേക്ക് കയറാൻ കഴിയാതെ, മുന്നോട്ട് സ്റ്റെപ്പ് വയ്ക്കുവാൻ കഴിയാതെ വണ്ണം നിന്നെ പിന്നിലേക്ക് വലിച്ചു മാറ്റുമ്പോ ഈ പൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ചില ഭയത്തെ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് പൊട്ടിച്ചു മാറ്റും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ 5-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ. അങ്ങനെ ഈ വചനത്തെ ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിനകത്ത് അപ്ലൈ ചെയ്യുക. സ്തോത്ര ഏത് പ്രശ്നം മുൻപിൽ നിന്ന് കൊള്ളട്ടെ, ഏത് വലിയ തിരമാലകൾ നിന്റെ മുമ്പിൽ കടന്നു വന്നുകൊള്ളട്ടെ, അവയെ നോക്കി പറയുക, ഞാൻ ഒറ്റയ്ക്കല്ല, സർവശക്തനായ ദൈവം ഏത് പ്രശ്നത്തിനകത്തുനിന്ന് പരിഹാരം തരുവാൻ കഴിയുന്ന, ഏത് പ്രശ്നത്തെ നിന്റെ മുമ്പിൽ നിന്ന് മാറ്റിക്കളയുവാൻ കഴിയുന്ന സർവശക്തനായ ദൈവം ഹല്ലേലൂയ നിന്റെ കൂടെ ഉണ്ടെന്നുള്ള ഉറപ്പ് നിന്റെ ജീവിതത്തിനകത്തുണ്ടോ? ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ വലിയ വിജയത്തിലേക്ക് എത്തുവാനായിട്ട് ഇടയായിത്തീരാ. നിന്റെ മുമ്പിൽ നിന്ന് പരാജയങ്ങൾ മാറുവാനായിട്ട് ഇടയായിത്തീരാ. നിന്റെ മുമ്പിൽ നിന്ന് നിരാശകൾ മാറുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ വായിച്ച വാക്യത്തിന്റെ 1-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുന്നു, ഞാൻ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇവിടെ വ്യക്തമായി നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവം തന്റെ ജനത്തെ വീണ്ടെടുത്ത അനുഭവത്തിനകത്ത് പറയുന്ന ഒരു കാര്യമാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു. സ്തോത്ര ഹല്ലേലൂയ. നമ്മുടെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് നമ്മുടെ ബലം. പ്രിയ ദൈവമക്കളെ, ഇവിടെ വചനത്തിൽ പറയുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മെ പേർ ചൊല്ലി വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. അതെ, നമുക്ക് പല പേരുകൾ കാണുമായിരിക്കാം, പക്ഷേ നമ്മുടെ പേരിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്ന ഒരു ദൈവം. പലരും നമ്മുടെ പേര് ചോദിക്കും, ചില ദിവസങ്ങൾ കഴിയുമ്പോൾ അവർ പേര് മറന്നു പോയിരിക്കാം, പക്ഷേ നിന്നെ പേർ ചൊല്ലി വിളിച്ച് വേർതിരിച്ച ദൈവത്തിന് നിന്റെ പേര് മറന്നു പോകയില്ല. ഇവിടെ വചനത്തിൽ വ്യക്തമായി കാണുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. ഈ പൽക്കലം പ്രിയ ദൈവമക്കളെ, നാം നമുക്കുള്ളവരല്ല, നമുക്കൊരു ഉടമസ്ഥൻ ഉണ്ട്, നമുക്കൊരു ഉടയവൻ ഉണ്ട്. സ്തോത്ര ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മുടെ കരത്തിലിരിക്കുന്ന സാധനമാകട്ടെ, നമ്മുടെ ഭവനത്തിലുള്ള ഒരു കാര്യമായിക്കൊള്ളട്ടെ, അത് ഇല്ലാതായി പോകുവാനായിട്ട് നാം എന്ത് ചെയ്യുന്നു? നാം ഉടമസ്ഥൻ എന്ത് ചെയ്യുന്നു? അതിനെ അനുവദിക്കത്തില്ല. അതിനെ വളരെയധികം സൂക്ഷിക്കുവാനായിട്ട്, അതിനെ കേടുവരും, അത് ഇല്ലാതായി പോകുമെന്നുള്ളൊരു ചിന്ത വന്നു കഴിഞ്ഞാൽ നാം അതിനെ വളരെയധികം എന്ത് ചെയ്യുന്നു? അതിനെ കെയർ ചെയ്യുവാനായിട്ട് ഇടയായി തീരും. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഒരു മാനുഷികമായിട്ടുള്ള ബുദ്ധി നിന്നുകൊണ്ട് ചില കാര്യങ്ങൾക്ക് നാം അത്രത്തോളം കെയർ കൊടുത്ത് ഓരോന്നിനെ സൂക്ഷിക്കുമെങ്കിൽ പ്രിയ ദൈവമക്കളെ, സ്വന്തം പ്രാണനെ നമുക്ക് വേണ്ടി തന്ന് നമ്മെ വീണ്ടെടുത്ത നമ്മുടെ ഉടയവൻ നമ്മെ എത്രത്തോളം സൂക്ഷിക്കുമെന്ന് ഈ പകൽക്കാലം നാം മനസ്സിലാക്കും. അവിടെ കാണുന്നു. സ്തോത്രം. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഈ പകൽക്കാലം സ്വന്തമായി ഭയപ്പെടാതെ ഉറപ്പോടെ നെഞ്ചി കൈവച്ചോണ്ട് പറയണ, ഞാൻ എനിക്കുള്ളവനല്ല, എന്നെ വീണ്ടെടുത്ത ഒരു ഉടയവനുണ്ട്, എന്നെ പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ട്, ആ ദൈവത്തിലുള്ളവൻ എത്രേ. ഹല്ലേലൂയ. നമ്മുടെ സകല ഉത്തരവാദിത്വം നമ്മെ വീണ്ടെടുത്ത കർത്താവിന് പ്രിയ ദൈവമക്കളെ, ആ കർത്താവ് നമ്മെ നോക്കും, ആ കർത്താവ് നമ്മെ പോറ്റി പുലർത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ആ ഉറപ്പ് ഈ രാത്രിക്കാലം ഈ പകൽക്കാലം നമ്മുടെ ഉള്ളിലേക്ക് അങ്ങ് വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ നാം ചില മേഖലയ്ക്കകത്തുനിന്ന് വിടുതൽ പ്രാപിച്ച് പുറത്തു വരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. നീ പറയണം, പ്രശ്നത്തിന്റെ മധ്യേ പറയണ, ഞാൻ ദൈവത്തിനുള്ളവനാണ്, എന്റെ കുടുംബം ദൈവത്തിനുള്ളവനാണ്, എന്റെ തലമുറകൾ ദൈവത്തിനുള്ളവനാണ്. സ്തോത്ര. ദൈവത്തിനുള്ള ഒന്നിനും കേടുവരാൻ ദൈവം അനുവദിച്ചു കൊടുക്കേല. ദൈവത്തിനുള്ളവനെ ഒന്നും പരാജയപ്പെടാൻ ദൈവം വിട്ടുകൊടുക്കേല. ദൈവത്തിനുള്ളവനെ ഒന്നും സ്തോത്ര തകർന്നു പോകാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. ഏതെല്ലാം പ്രശ്നങ്ങളും ഏതെല്ലാം പ്രതികൂലങ്ങൾ കടന്നു വന്നാല് അതിന്റെ മീതെ കർത്താവിന്റെ കരം കൂടെ ഇരിക്കും. സ്തോത്ര. ഇതാ ഞാൻ നിന്നെ ഉള്ള കരത്തിൽ വരച്ചിരിക്കുന്നു. ഹല്ലേലൂയ.
പ്രിയതേ മക്കളെ, ഞാൻ നിങ്ങൾ കർത്താവിന്റെ ഉള്ളം കരത്തിലാണ് ഇരിക്കുന്നത്. സ്തോത്ര ഹല്ലേലൂയ. ആ കരത്തിൽ നിന്ന് ആർക്കും പറിച്ചു കൊണ്ടുപോകാൻ ദൈവം വിട്ടുകൊടുക്കല. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ഭ്രമിച്ചു പോകേണ്ട, ഞാൻ നിന്റെ ദൈവമാക്കുന്നു. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലം കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. നമ്മെ സഹായിക്കുന്ന, നമ്മെ ശക്തീകരിക്കുന്ന, നമ്മെ താങ്ങുന്ന ഒരു ഉടയവൻ നമ്മുടെ കൂടെയുള്ളപ്പോ സ്തോത്രം, നിന്റെ മുമ്പിൽ നിൽക്കുന്ന വിഷയത്തെ നീ വലുതായി കാണണ്ട. നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവത്തെ നീ വലുതായിട്ടൊന്ന് കണ്ടാ മതി. സ്തോത്രം. ഹല്ലേലൂയ. അതേ ഈ ലോകത്തിലുള്ളവനേക്കാൾ, ഉള്ളവൻ കൂടെ ഇരിക്കുന്നവനേക്കാൾ വലിയവനായിരിക്കുന്ന ദൈവമത്രേ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് അടുത്ത ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നു, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. സ്തോത്രം. വെള്ളം, ഹല്ലേലൂയ, പ്രശ്നങ്ങൾ കടന്നു വരുമ്പോ കൂടെ ഇരിക്കുന്നവരൊക്കെയും മാറിപ്പോകും. ഹല്ലേലൂയ. ആ വെള്ളം അവരെ തൊടാതിരിക്കേണ്ടതിനായിട്ട് അവര് മാറിപ്പോകും. പക്ഷേ ഇവിടെ ഒരു ദൈവ പൈതനോട് ഹല്ലേലൂയ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. അതേ ലോക അവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത ദൈവ, ഞാൻ നിന്നെ ഒരു നാൾ കൈവിടുകയില്ലെന്ന് അരുളി ചെയ്ത കർത്താവ് ഈ പകൽക്കാലം പറയട്ടെ, പ്രിയ ദൈവ പൈതലേ, നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ എന്റെ സർവശക്തനായ ദൈവ നിന്റെ കൂടെ ഇരുന്ന് നിന്നെ വഴി നടത്തുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് കാണുന്ന നീ നദികളിൽ കൂടി കടക്കുമ്പോ അവൻ നിന്റെ മീതെ കവിയേല. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നിന്റെ മീതെ കടന്നു വന്നിരിക്കാം. പക്ഷേ ഒന്ന് നിന്റെ മീതെ കവിയാതവണ നിന്നെ പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കര നിന്നെ താങ്ങുവാനായിട്ട് ഇടയായിത്തീരാ, നിന്നെ പരിപാലിക്കുവാനായിട്ട് ഇടയായിത്തീരാ. ചില പ്രശ്നങ്ങൾ നിന്നെ തകർക്കുമെന്ന് പറഞ്ഞ് അതേ സ്തോത്രം ആഞ്ഞടിക്കുവാനായിട്ട് ഇടയായിത്തീരുമ്പോ ചില ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റുകൾ നിനക്കെതിരായി സ്തോത്രം അലറി വരുവാനായിട്ട് ഇടയായിത്തീരുമ്പോഴും ഹല്ലേലൂയ, അത് നിന്റെ മീതെ കവിയാതവണ്ണ നിന്നെ കാക്കുന്ന ഒരു കരമുണ്ട്. ഹല്ലേലൂയ. അതേ എന്റെ സർവശക്തനായ ദൈവത്തിന്റെ കര, ആ ദൈവത്തിന്റെ ഉള്ളം കരത്തിലെത്രേ പ്രിയ ദൈവ പൈതലെ നീ ആയിരിക്കുന്നത്. ആ ദൈവത്തിന്റെ ഉള്ളം കരത്തിലെത്രേ പ്രിയ ദൈവ പൈതലെ നിന്റെ കുടുംബമായിരിക്കുന്നത്. ഒരു ശക്തിക്കും സ്തോത്രം നിന്നെ തൊടാൻ ദൈവം വിട്ടുകൊടുക്കില്ല. ഹല്ലേലൂയ. നദികളിൽ കൂടി കടക്കുമ്പോ അവൻ നിന്റെ മീതെ കവിയാനായിട്ട് ഇടയാക്കത്തില്ല. ഒരു രോഗത്തിന് നിന്റെ മീതെ കവിയുവാൻ, നിന്റെ പ്രാണനെ നശിപ്പിച്ചു കളയുവാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. സ്തോത്രം. നീ തീ കൂടി നടന്ന വെന്തു പോകേല, അഗ്നിജോല നിന്നെ ദഹിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. ഈ പകൽക്കാലം ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാ വിളിച്ചു പറയട്ടെ, ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തൊടാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. ഈ പകൽക്കാലം അസാധാരണമായ ദൈവത്തിന്റെ ഒരു സംരക്ഷണ വലയം നിന്റെ കുടുംബത്തിന് മേൽ, നിന്റെ തലമുറയുടെ മേൽ പരിശുദ്ധാത്മാവ് ഇടുന്ന പകൽക്കാലം എത്രേ. അതേ, ഒരു അനർത്ഥവും നിനക്ക് കേൾക്കാതവണ, ഒരു ബാധയും നിന്റെ കൂടാരത്തിനടുക്കാതവണ നിന്നെ കാക്കുന്ന ദൈവത്തിന്റെ കര. ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ സംരക്ഷണം ഈ പകൽക്കാലം നിന്റെ മേൽ വെളിപ്പെടും. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പ്രശ്നങ്ങൾ വരികയില്ലെന്നല്ല, പ്രശ്നങ്ങൾ കടന്നു വരും. സ്തോത്രം. നാം ചിന്തിക്കാം, ഭയപ്പെട്ടു പോകാം, അയ്യോ എന്താ ഇത്ര വലിയൊരു പ്രശ്നം. ഹല്ലേലൂയ. പക്ഷെ ആ പ്രശ്നത്തിനൊക്കെ തന്ന ഒരു കേടും പറ്റാതെ നിന്നെ പുറത്തെടുക്കുന്ന ഒരു ദൈവമുണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ആ ഒരു ഉറപ്പ് ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കട്ടെ. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിന്റെ നേരെ കൊടുങ്കാറ്റ് പോലെ അടിക്കുമ്പോ എന്റെ ദൈവം നിനക്ക് കോട്ടയായിരിക്കും, ശരണമായിരിക്കും, കാവലായിരിക്കും. സ്തോത്ര. ഹല്ലേലൂയ. അതേ, പരിചയായി നിനക്ക് വേണ്ടി എന്റെ സർവശക്തന്റെ കരം വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര. ആർത്തിരച്ചു നിന്ന ചെങ്കണ്ണിനെ രണ്ടായിട്ട് വിഭാഗിച്ച് വേർപിരിച്ച് കളഞ്ഞിട്ട് ഇസ്രായേൽ ജനതയെ വഴി നടത്തിയതായ ദൈവം ഈ പകൽക്കാലം നിന്റെ കരം പിടിച്ചിട്ടുണ്ട്. മർക്കോസ് സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, യേശു കർത്താവ് കൊടുങ്കാറ്റിനെ ശാന്തമാക്കിക്കൊണ്ട് സ്തോത്രം ശിഷ്യന്മാരുമായിട്ട് ഗദരദേശത്ത് എത്തി എന്ന് കാണുവാൻ സാധിക്കുന്നു. അവരുടെ യാത്രയുടെ മധ്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അവർക്ക് എന്ത് ചെയ്യുന്നു, അവർക്ക് മുന്നോട്ട് പോകുവാൻ കഴിയാത്തവണ അവർ എന്ത് ചെയ്യുന്നു, പടകിൽ എന്ത് ചെയ്യുന്നു, ഒരു ചുഴലിക്കാറ്റ് അടിക്കുവാനായിട്ട്
എത്തുവാനായിട്ട് ഇടയായി തീർന്നു. പടകിൽ തീര തള്ളിക്കയറുക കൊണ്ട് അത്യന്തം അവരെന്ത് ചെയ്തു? സ്തോത്രം, അത് മുങ്ങുമാറായി. അവർ എന്ത് ചെയ്യുന്നു? ഭയപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ ഭയപ്പെട്ട് എന്ത് ചെയ്യുന്നു? യേശു കർത്താവിനെ വിളിച്ചുണർത്തുന്ന ഒരു അനുഭവം കാണുവാൻ സാധിക്കുന്നു. ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്ന നിനക്ക് വിചാരമില്ലയോ എന്ന് ചോദിക്കുന്നു. യേശു എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. കാറ്റമർന്നു, വലിയ ശാന്തത ഉണ്ടായി. സ്തോത്രം. പ്രിയതേ മക്കളെ, സ്തോത്രം. ഒരു നിമിഷം കൊണ്ട് ചിലപ്പോൾ ചിന്തിക്കാം, അയ്യോ ഈ കാറ്റും ഈ പേമാരിയൊക്കെ കൊണ്ട് ഞാൻ ഇവിടെ തീരും, എന്റെ പടക മുങ്ങിപ്പോകും, എന്റെ കുടുംബം തകർന്നു പോകും, എന്റെ ജീവിതയാത്ര ഇനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ല എന്നുള്ള പ്രശ്നങ്ങൾ കടന്നു വരും. പക്ഷേ നിന്റെ അമരത്തിരിക്കുന്ന കർത്താവ്, നിന്റെ ജീവന്റെ ഉടമസ്ഥൻ, ഹല്ലേലൂയ, നീ എനിക്കുള്ളവൻ തന്നെ എന്ന് അരുളി ചെയ്ത കർത്താവ് അവിടെ എഴുന്നേറ്റ്, സ്തോത്രം, ഹല്ലേലൂയ, കാറ്റിനെ കടലിനെ ശാസിക്കും. ഹല്ലേലൂയ. വലിയ ശാന്തതകൾ ഈ പകൽക്കാലം വെളിപ്പെടാ. ആർത്തിരച്ചു നിൽക്കുന്ന ചില വിഷയങ്ങളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ലൈവിലായിരിക്കുന്നവരോട് പറയുന്നു, ചില വിഷയങ്ങൾ ശാന്തമാക്കാൻ പോകുക. നിന്റെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, അശാന്തമായിരിക്കുന്ന മനസ്സുകളെ കോളിളക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ നടുവിലേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കര ഈ പകൽക്കാലം വെളിപ്പെടാൻ പോകുക. ചില ശാന്തതകൾ വെളിപ്പെടും. ഹല്ലേലൂയ. നീ സ്വസ്ഥതയോടെക്കുന്ന അനുഭവത്തോടു കൂടി മുന്നോട്ട് കടന്നു പോകത്തക്ക രീതിയെ നിന്റെ ജീവിതത്തിനകത്ത് ഒരു സമാധാനത്തിന്റെ അന്തരീക്ഷത്തെ പരിശുദ്ധാത്മാവി പൽക്കാലം കൈമാറുകയാ. സ്തോത്രം. ഹല്ലേലൂയ. മുന്നോട്ട് പോകാൻ കഴിയില്ല. അവിടെ എന്ത് ചെയ്യുന്നു? കാറ്റും കോളും ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. നശിച്ചു പോകുമെന്നുള്ള ഒരു ചിന്ത സ്തോത്ര ശിഷ്യന്മാർക്ക് ഭരിക്കുവാനായിട്ട് ഇടയായി തീർന്നു കഴിഞ്ഞപ്പോ ഒരു നിലവിലൂടെ അനുഭവത്തിലേക്ക് അവർ എത്തുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നമ്മുടെ കൂടെയുള്ളത് ആരാണെന്ന് ഓർക്കാതെ നാം ഒരു നിമിഷം ചഞ്ചലിച്ചു പോകാറുണ്ട്. പക്ഷെ അവിടെ പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത്, നിന്റെ അമരത്ത് കർത്താവുണ്ട്. മുങ്ങിപ്പോകാൻ എന്റെ കർത്താവിനെ തൊടാനതെ നിന്നെ ഒന്നിനും തൊടാൻ ദൈവം വിട്ടുകൊടുക്കില്ല. അമരത്ത് കർത്താവ് ഉള്ളത് കൊണ്ട് അമരക്കാരന്റെ തൊടാതെ നിന്നെ തൊടാൻ കഴിയത്തില്ല. അങ്ങനെ ഈ പകൽക്കാലം, ഹല്ലേലൂയ, ഒന്ന് ഉറക്കുവാൻ കഴിയുമോ? ഒന്ന് ധൈര്യപ്പെടുവാനായിട്ട് കഴിയുമോ? ഹല്ലേലൂയ. അതേ, ചില ശാന്തതകളെ ഈ പകൽക്കാലം ദൈവം കൽപ്പിക്കും. സ്തോത്ര. പ്രിയ ദൈവമക്കളെ, സ്തോത്ര. ഒരു പ്രശ്നത്തിൽ നിന്നെ മുങ്ങിപ്പോകുവാൻ ദൈവം അനുവദിച്ചു കൊടുക്കത്തില്ല. 107-ാം സങ്കീർത്തനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. അവൻ കൊടുക്കാറ്റിനെ ശാന്തമാക്കി, തിരമാലകൾ അടങ്ങി, ശാന്തത വന്നത് കൊണ്ട് അവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവൻ അവരെ എത്തിച്ചു. സ്തോത്ര. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ശാന്തത വന്നാൽ നീ സന്തോഷിക്കുവാൻ തുടങ്ങും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഒരു ശാന്തതയുടെ അനുഭവത്തെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഭവനത്തിനകത്തേക്ക് വെളിപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ. നിങ്ങൾ സന്തോഷിക്കും. ഹല്ലേലൂയ. ഇനി എനിക്ക് സന്തോഷിക്കുവാൻ കഴിയുമോ? എനിക്കൊന്ന് ആനന്ദിക്കുവാൻ കഴിയുമോ എന്ന് നീ നെടുവേർപ്പെടുന്ന ചില വിഷയത്തിന്റെ നടുവേ നിന്റെ തലമുറയെ ഓർത്തൊന്ന് സന്തോഷിക്കുവാൻ കഴിയുമോ? നിന്റെ കുടുംബജീവിതത്തെ ഓർത്തൊന്ന് സന്തോഷിക്കുവാൻ കഴിയുമോ എന്ന് നീ ആകുലപ്പെടുമ്പോ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, നീ സന്തോഷിക്കാൻ പോകുക. ആരൊക്കെ പറഞ്ഞില്ലേ നിനക്ക് കണ്ണുനീര് മാത്രമേ ഉള്ളൂ, നിനക്ക് വിലാപം മാത്രമേ ഉള്ളൂ, നിന്റെ ഭവനത്തിനകത്ത് ദുഃഖം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞില്ലേ? സ്തോത്ര. എന്നാൽ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ചില മാനസികമായ വാക്കുകളെ എന്റെ ദൈവം തമ്മിൽ ക്യാൻസൽ ചെയ്തുകൊണ്ട് നീ സന്തോഷിക്കാൻ പോകിയ. സ്തോത്രം. നീ ആനന്ദിക്കാൻ പോകിയ. കാരണം എന്താ? നിന്റെ ജീവിതത്തിനകത്ത് ഒരു ശാന്തത വരാൻ പോകിയ. സ്തോത്രം. ഹല്ലേലൂയ. ആരൊക്കെ പറഞ്ഞില്ലേ ഇനി ഒരു ശാന്തമായിട്ട് നിനക്ക് പോകാൻ കഴിയത്തില്ല? അതേ, സ്തോത്രം. നിന്റെ നന്മയിലൊന്ന് ആനന്ദിക്കുവാൻ, നിന്റെ നന്മയിലൊന്ന് സന്തോഷിക്കുവാൻ ദൈവം നിനക്ക് അവസരം തരാം. ഹല്ലേലൂയ. കർത്താവിൽ ഈ പകൽക്കാലം ധൈര്യപ്പെടുക. അവർ ആഗ്രഹിച്ച തുറമുഖത്തെ ദൈവം അവരെ എത്തിച്ചു. പ്രിയ ദൈവമക്കളെ, പലതും ആഗ്രഹിച്ച് നീ യാത്ര ചെയ്തില്ലേ? പലയിടത്തും എത്താൻ കഴിയുമോ എന്ന് നീ ആകുലപ്പെടുന്നില്ലേ? തലമുറകളെ പലയിടത്തും എത്തിക്കുവാൻ കഴിയുമോ? നിന്റെ ആത്മീയ ജീവിതത്തിനകത്ത് നീ പലതും ആഗ്രഹിച്ചില്ലേ? നിന്റെ ശുശ്രൂഷയിൽ പലതും ആഗ്രഹിച്ചില്ലേ? പക്ഷേ ഒരിടത്തും എത്താൻ
തടിയാതെ നീ ആകുലപ്പെടുമ്പോ ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, നീ ആഗ്രഹിച്ച തുറമുഖത്തേക്ക് എന്റെ സ്വർഗത്തിലെ ദൈവം കരം പിടിച്ചെത്തിക്കും. ഹല്ലേലൂയ. അതെ, എത്രയെല്ലാം പ്രതിസന്ധികൾ നിന്നാലും നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. പൗലുസിന്റെ ഒറ്റ ആഗ്രഹമായിരുന്നു റോമിൽ കടന്നുപോയി ദൈവത്തിന്റെ വചനം പറയുക എന്നത്. പക്ഷേ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആഗ്രഹത്തിന് വിപരീതമായിട്ട് കൊടുങ്കാറ്റുകളും ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് കപ്പൽ സാധനം കടന്നു വരുന്നു. പ്രാണനെതിരെ ഹാനി കടന്നു വരുന്നുണ്ട്. ആശ പോലും അറ്റുപോകുന്ന സാഹചര്യങ്ങൾ തന്റെ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴും പ്രിയ ദൈവമക്കളെ, പൗലോസ് ആഗ്രഹിച്ച തുറമുഖത്ത് എത്തിച്ച ഒരു ഉടയവനത്രേ നിനക്കുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, നീ നിനക്കുള്ളവനല്ല, നിനക്കൊരു കർത്താവുണ്ട്. സ്തോത്ര. നിനക്ക് ആരുമില്ല എന്ന് ലോകം നിന്നെ നോക്കി പറയുമ്പോഴാ ഈ പ്രശ്നത്തിനകത്തുനിന്ന് പുറത്തു കൊണ്ടുവരുവാ ആരുമില്ല എന്ന് ലോകം നിന്നെ കൈവിട്ട് കളയുമ്പോഴോ ഈ പകൽക്കാലം അങ്ങനെയുള്ളവരോട് പരിശുദ്ധാത്മാ വിളിച്ചു പറയുന്നു, നിനക്കൊരു ഉടയവനുണ്ട്, നിന്റെ ചാരത്തുടയവനുണ്ട്, നിന്റെ കൂടെ നടക്കുക. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോ നിന്റെ കൂടെ ഇരിക്കുക. നദികളിൽ കൂടി കടക്കുമ്പോ അത് നിന്റെ മീതെ കവിയാതെ വേണം നിന്നെ കാക്കേണ്ടതിന്. ഒരു തീയിലും ഒരു അഗ്നിയിലും നീ വെന്തു പോകാതെ നിന്നെ സ്തോത്രം കാത്തു പരിപാലിക്കേണ്ടതിന് സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ മക്കളെ, പൗലൂസിനെ ദൈവം റോമിൽ എത്തിച്ചുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവ പൈതലെ നിന്നെ എത്തിക്കേണ്ടടുത്ത് കർത്താവ് കൊണ്ടുവന്ന് എത്തിക്കും. സ്തോത്ര. ഹല്ലേലൂയ. എത്ര തന്നെ ഈശാനമൂലൻ എന്ന കൊടുങ്കാറ്റ് അടിച്ചെന്ന് പറഞ്ഞാല്, അതെ, കപ്പൽ ഛേദങ്ങൾ കടന്നു വന്നാല് നീ ചിലപ്പോ ഹല്ലേലൂയ ഒന്നും നിന്റെ മുമ്പിൽ കാണുന്നില്ലായിരിക്കാം. പ്രതീക്ഷകളൊക്കെ കൈവിട്ടു പോകുന്ന അനുഭവത്തിൽ കൂടി ആയിരിക്കാം നീ കടന്നു പോകുന്നത്. അതിന്റെ നടുവിലും ഹല്ലേലൂയ നിനക്ക് പ്രാണന് ഹാനി വരുത്താതെ കാക്കുന്നൊരു ദൈവ, നിന്റെ കൂടെ ഉള്ളതിന് ഒന്നിനും കേടുപറ്റാതെ വണ്ണം കാക്കുന്ന ഒരു ദൈവ, നിന്റെ തലയിൽ നിന്ന് രോമം തൊഴിഞ്ഞു പോകാൻ അനുവദിക്കാതെ വണ്ണം കാക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കര ഈ പകൽക്കാലം നിങ്ങളെ തൊടുക്കുക. കർത്താവിന്റെ കരം ഇന്ന് ആരേക്കെയോ പിടിക്കുക, ആരേക്കെ ശക്തീകരിക്കുക. തളർന്നിരിക്കുന്ന മനസ്സുകളെ ഈ പകൽക്കാലം പരിശുദ്ധാത്മ ഉണർത്തിച്ചുകൊണ്ട് ബലപ്പെടുത്തുന്ന പകൽക്കാലം അത്രേ. നിന്നോടുള്ള ദൈവിക അരുളപ്പാടുകൾ ഈ പകൽക്കാലം ഒന്നുകൂടി തട്ടി ഉണർപ്പിച്ചുകൊണ്ട് നിന്നെ ബലപ്പെടുത്തുന്ന പൽക്കാലം അത്രേ. ഹല്ലേലൂയ. ഇസബേൽ എന്ന സ്ത്രീയുടെ വാക്കിന്റെ മുമ്പിൽ ഇവിടെ കൊണ്ട് തീർന്നാ മതി, മരിച്ചാ മതി എന്ന് പറഞ്ഞ ഏലിയാവിന്റെ അടുക്കിലേക്ക് കർത്താവിൻ ദൈവത്തിന്റെ ദൂതനെ അയച്ചിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്കിവിടെ എന്തേ? ഹല്ലേലൂയ. ഈ പകൽക്കൽ ലൈവിലായിരിക്കുന്ന നിരാശപ്പെട്ട് ഇവിടെ കൊണ്ട് മതി, ഇവിടെ കൊണ്ട് തീർന്നാ മതി, ഇനി മുന്നോട്ട് പോകണ്ട, എനിക്കിനി സ്റ്റെപ്പ് വയ്ക്കാൻ കഴിയത്തില്ല എന്ന് പറയുന്ന ആരോട് പരിശുദ്ധാത്മ വ്യക്തമായി വിളിച്ചു പറയുന്നു, നീ എഴുന്നേൽക്കുവാൻ തയ്യാറാക്ക, നീ എഴുന്നേൽക്കുവാൻ തയ്യാറാക്ക. നീ ഇവിടെ കൊണ്ട് തീരേണ്ട വ്യക്തിയല്ല, ചൂരച്ചെടിയുടെ തണലിൽ ഇരുന്ന് തണൽ പ്രാപിക്കേണ്ട വ്യക്തിയല്ല. സ്തോത്രം. നിനക്ക് ഓടുവാനായിട്ടുണ്ട്, അനേകം പേരെ പുറത്തു കൊണ്ടുവരുവാനായിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പൽക്കാലം വ്യക്തമായി ഇടപെടുക. ചില മാനസിക വാക്കുകൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം, സാഹചര്യങ്ങൾ നിന്നെ ഭയപ്പെടുത്തുന്നുണ്ടായിരിക്കാം, ചില സമ്മർദ്ദങ്ങൾ നിന്നെ ഞെരുക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് വിളിച്ചു പറയുന്നു, സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. നിനക്ക് ദർശനം തന്ന, നിനക്ക് സ്വപ്നം തന്ന, നിനക്ക് അരുളപ്പാട് തന്ന, ദൈവിക ഇടപെടൽ തന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പൽക്കാലം പ്രിയ ദൈവത്തിലെ നീ ഉറപ്പോട് ധൈര്യത്തോടെ ആയിരിക്കാ. സ്തോത്ര. ഹല്ലേലൂയ. അധൈര്യപ്പെട്ടു പോകണ്ട. പ്രശ്നങ്ങൾ ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവും. നീ പ്രശ്നത്തിന്റെ വലിപ്പത്തെ നോക്കണ്ട, നിന്റെ കൂടെയുള്ള ദൈവത്തെ നോക്കിയാ മതി. ഹല്ലേലൂയ. പ്രശ്നക്കാത്തേക്കാൾ വലിയവനായിരിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ടെന്നുള്ള ഒരു ഉറപ്പ് ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ പൽക്കാലം നിന്റെ മേൽ ചലിക്കട്ടെ. ഇവിടെ വചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്, അവർ ആഗ്രഹിച്ച തുറമുഖത്ത് ദൈവം അവരെ കൊണ്ടെത്തിച്ചു. ഈ പകൽക്കാലം ആഗ്രഹിച്ച തുറമുഖത്തേക്ക് ദൈവം നിങ്ങളെ എത്തിക്കാൻ പോകുക. സ്തോത്രം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹത്തെ എന്റെ സ്വർഗത്തിലെ ദൈവം നിറവേറ്റി തരും. പ്രിയ ദൈവമക്കളെ, ഈ ലോകത്തിലെ ആർക്കും തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ നിറവേറ്റി തരാൻ കഴിയത്തില്ല. പക്ഷേ നിനക്കുള്ള ഒരു ദൈവമുണ്ട്. നീ നിനക്കുള്ളവനല്ല, എനിക്കുള്ളവനെന്ന് അരുളി ചെയ്തതായ ആ ദൈവത്തിന് ഹല്ലേലൂയ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിറവേറ്റി തരുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പല ഭാരങ്ങൾ കടന്നു വരുന്നില്ലേ, ഭയങ്ങൾ കടന്നു വരുന്നില്ലേ,
എന്റെ മുമ്പിൽ വിടുതലുകൾ നടക്കുമോ എന്നുള്ള ഒരു ഭയം നിന്നെ അലട്ടുമ്പോഴും ഈ പകൽക്കാലം പരിശുദ്ധാത്മ പറയട്ടെ, നിന്നെ കൊണ്ട് കർത്താവ് ചിലത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. പകുതി വഴി വച്ച് വിട്ടേച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പല പ്രശ്നങ്ങൾ അതിന്റെ മധ്യത്തിൽ കടന്നു വന്നിരിക്കാം, പല പ്രതികൂലങ്ങൾ അതിന്റെ മധ്യത്തിൽ കടന്നു വന്നിരിക്കാം. പക്ഷെ ഒന്നിനകത്തും നീ അധൈര്യപ്പെട്ടു പോകണ്ട, നീ ഉറപ്പോടി ആയിരിക്കാം. ഇസ്രായേൽ ജനതയോടും ദൈവം പറഞ്ഞ ഒന്നേ ഉള്ളൂ, അവരോട് മുന്നോട്ട് പോകാൻ പറയുക. ഈ പകൽക്കാല ലൈവിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പരിശുദ്ധാത്മാവിന് പറയാനായിട്ടുള്ളത് ഒന്നേ ഉള്ളൂ, നീ പിറകിലേക്ക് നോക്കണ്ട, പിറകിൽ വരുന്ന സൈന്യത്തെ കണ്ട് നീ നോക്കണ്ട, നീ മുന്നിലോട്ട് കടന്നു പോ. ഹല്ലേലൂയ. ആർത്തിരച്ച് ഇരമ്പുന്ന ചെങ്കണ്ണെ രണ്ടാക്കി തീർക്കും കഴിയുന്ന ഒരു ഉടയവൻ നിന്റെ മുമ്പിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആ ഒരു ഉറപ്പും ധൈര്യവും ഈ പകൽക്കാലം ഉണ്ടായിരിക്കട്ടെ. ഈ വചനത്തെ വ്യക്തമായി പറയുന്നു, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ആ ഒരു വചനം ഈ പകൽക്കാല നമ്മുടെ ഹൃദയത്തിനകത്ത് പതിക്കട്ടെ. ഞാൻ എനിക്കുള്ളവനല്ല, ഹല്ലേലൂയ, എന്റെ ദൈവത്തിനുള്ളവനാണ്. ഹല്ലേലൂയ. വചനത്തെ വ്യക്തമായി പറയുന്നു, എനിക്കുള്ളവനെ ഒന്നും ആരും പറിച്ചു കൊണ്ടുപോകാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല എന്ന വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെക്ക് ഈ ലോകത്തിലെ ഒരു ശക്തിക്കും നിന്നെ പറിച്ചു കൊണ്ടുപോകാനായിട്ട് ദൈവം വിട്ടുകൊടുക്കത്തില്ല. പ്രിയ ദൈവ പൈതലെ, നിന്നെ കരത്തിൽ പിടിച്ച് ദൈവം എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, ഭയങ്കരന്മാരുടെ ചീറ്റൽ നിനക്കെതിരെ കൊടുക്കപ്പെട്ടു പോലെ ആഞ്ഞടിക്കും പോലും ഹല്ലേലൂയ ശരണമായിരുന്നു, കോട്ടയായിരുന്നു. ഹല്ലേലൂയ. ദൈവം നിന്നെ പരിപാലിക്കും. അനർത്ഥ ദിവസത്തെ അവൻ നിന്റെ കൂടാരത്തിൽ നിന്നെ മറയ്ക്കും, തിരുനിവാസത്തിന്റെ മറവിൽ മറയ്ക്കും. പാറമേ ദൈവം നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. എളിയവനെ പൊടിയിൽ നിന്ന് ഉയർത്തുന്ന ദൈവ, ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവ, ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു ഉയർച്ചയുടെ അനുഭവത്തെ ദൈവം നിന്റെ ജീവിതത്തിൽ തരും. നിന്റെ താഴ്ചയുടെ അനുഭവങ്ങൾ മാറും. നിന്റെ ഹല്ലേലൂയ പരാജയങ്ങളെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീരും. നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നോട് ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് പറയുന്നു. ഈ വചനത്തായി ഈ പൽക്കല ധൈര്യപ്പെടുക. മുന്നിൽ നിൽക്കുന്ന ഏത് വലിയ വിഷയമായിക്കൊള്ളട്ടെ, ഗർജിച്ചു വരുന്ന സിംഹത്തിന്റെ വായെ അടയ്ക്കുവാൻ കഴിയുന്ന അതേ സ്തോത്ര ഹല്ലേലൂയ ഇസ്രായേൽ ജനതയോട് യഹോവയ ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു നിനക്ക് ഒരു നാവ് പോലും നിനക്കെതിരെ അനക്കത്തില്ല. ചില വാക്കുകൾ നിന്നെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ഈ പൽക്കല പരിശുദ്ധാത്മ ഞാൻ വിളിച്ചു പറയട്ടെ, ഒരു നാവ് പോലും നിനക്കെതിരെ അനക്കുവാൻ കഴിയാത്തവണ ഹല്ലേലൂയ സിംഹത്തിന്റെ വായെ അടച്ചതുപോലെ അടയ്ക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഹല്ലേലൂയ ഈ പകൽക്കാലം ദൈവ പൈതലെ നിനക്ക് വേണ്ടി അനുകൂലമായി ചിലത് വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. അങ്ങനെ ഈ രാത്രികാലം സ്തോത്രം ഉറപ്പോടും ധൈര്യത്തോടും ബലത്തോടും കർത്താവിന്റെ സന്നിധിയിലായിരിക്കുക. നീ ഒറ്റയ്ക്കല്ല. നിന്റെ ജീവിത യാത്രയിൽ നിന്റെ പടകിൽ അമരത്ത് എന്റെ കർത്താവുണ്ട്. ആ അമരക്കാരൻ ഹല്ലേലൂയ നീ മുങ്ങിപ്പോകാൻ അനുവദിക്കത്തില്ല, നീ തകർന്നു പോകാൻ അനുവദിക്കത്തില്ല, നീ പരാജയപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്നെ എത്തിക്കേണ്ട ഇടത്ത് ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് തിരുവചനത്തിൽ കാണുന്നു, പൗലോസിനെ റോമിൽ എത്തിക്കുവാനായിട്ട് ഇടയാക്കിയ ദൈവ, ശിഷ്യന്മാരെ ഗദര ദേശത്തേക്ക് എത്തിക്കുവാനായിട്ട് ഇടയാക്കിയ കർത്താവ്, ഇസ്രായേൽ ജനതയെ വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഇടയായി തീർന്നുവെക്ക്. ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ, നീ നിനക്കുള്ളവനല്ല, എന്റെ സർവശക്തനായ ദൈവത്തിനുള്ളവനത്രേ. ആ ദൈവം നിന്നെ എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. നിന്റെ കൂടെ സർവശക്തനായ ദൈവമുണ്ട്. ഉറപ്പോടും ധൈര്യത്തോടുമായിരിക്കാം. ഒരു പ്രതികൂലവും നിന്നെ തൊടുകയില്ല, ഒരു അനർത്ഥവും നിന്റെ ജീവിതത്തിൽ ഭവിക്കാതവണ നിന്നെ കാക്കുന്ന സർവശക്തനായ ദൈവം നിന്റെ കൂടെയുണ്ട്. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രവിക്കുന്നവരുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിക്കുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ടെന്ന് അരുളി ചെയ്ത സർവശക്തനായ ദൈവത്തിന്റെ കരം സാന്നിധ്യം ഈ പകൽക്കാലം തന്റെ ജൈവ ജനത്തിന്റെ മേൽ കൂടെ ഇരിക്കട്ടെ. അവരെ ഭയപ്പെടുന്ന ചില വിഷയങ്ങളുടെ നടുവ് സർവശക്തനായിരിക്കുന്ന ദൈവത്തിന്റെ കരം വെളിപ്പെടട്ടെ. കർത്താവേ, ഇവർക്കെതിരായി നിൽക്കുന്ന പ്രശ്നങ്ങൾ ഇവരുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകട്ടെ. കർത്താവെ, അനർത്ഥങ്ങൾ മാറിപ്പോകട്ടെ.
രോഗങ്ങൾ മാറിപ്പോകട്ടെ കർത്താവേ. ഇവര് ഭയപ്പെടുന്ന വിഷയങ്ങളുടെ നടുവിലേക്ക് ഒരു സമാധാനത്തിന്റെ കര ഈ പകൽക്കാലം ചലിക്കട്ടെ. ശാന്തതക്ക് വെളിപ്പെടട്ടെ. ഇവരാഗ്രഹിച്ച തുറമുഖത്തേക്ക് സ്വർഗത്തിലെ ദൈവം കരം പിടിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായിരിക്കുന്ന അഖിലാണ്ടത്തിന്റെ സൃഷ്ടികർത്താവായിരിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ കൃപയും കർത്താവേ തന്റെ ജനത്തോട് കൂടെ ഇരിക്കണമേ. പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെ കർത്താവിന്റെ കരങ്ങളിലേക്ക് തരുന്നു. ഈ പകൽക്കാലം ആ വിഷയത്തിന്റെ മറുപടികൾ കാണുക, അത്ഭുതങ്ങൾ കാണുക, ഇവരെ എത്തേണ്ടടുത്ത് എത്തി വിടുതലുകൾ അനുഭവിക്കുക. തന്റെ ജനത്തെ ഈ പകൽക്കാലം അനുഗ്രഹിക്ക്. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്ന സ്തോത്ര. സകലമാനോ മഹത്വം പുകഴ്ചയും അങ്ങേക്കാൽ തരുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.